കോൺഗ്രസ് എൽദോസ് കുന്നപ്പള്ളിയുടെയും എന്താണ് എം വിൻസെൻ്റെയും കാര്യത്തിൽ നേരിടുന്ന ആ പ്രതിസന്ധി ഒരർത്ഥത്തിൽ ബി ജെ പിയും നേരിടുന്നുണ്ട്. അത് കേരളത്തിൽ നിങ്ങൾക്ക് ലൈംഗികാരോപണം ഉയർന്ന് നിങ്ങൾക്ക് എം എൽ എമാരില്ല. പക്ഷേ ഇതിനേക്കാൾ എവിഡൻ്റായ നേർക്കുനേർ സെക്ഷൽ അട്രോസിറ്റി ആരോപണം നേരിട്ട് പ്രതിയായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനോട് ബി ജെ പി അന്ന് എം പി സ്ഥാനം രാജിവെപ്പിച്ചിരുന്നു. അങ്ങേയറ്റം ക്രൂരത കാട്ടിയ ഒരു എം എൽ എ ഉണ്ട്, കുൽദീപ് സിംഗ് സെങ്കാർ എന്നാണ് അയാളുടെ പേര്. അയാൾ എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നോ? ഇവിടെയൊന്നും നിങ്ങൾക്കില്ലാത്ത നിലപാട് കേരളത്തിൽ ഇപ്പോൾ പ്രഫുൽ കൃഷ്ണ പറയുകയാണ്, എന്താണ് അദ്ദേഹം പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിന് ചെവിടത്തടിക്കുന്നു പറയുകയാണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ യുവരാജ് ഗോകുൽ നിങ്ങൾക്കും? ഹാഷ്മി, അതിനകത്ത് ചോദ്യത്തിലേക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ രാജി എന്തുകൊണ്ട് ഇവിടെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നത് കൊണ്ട് തന്നെ ആരും വിശുദ്ധരായിട്ട് മാറുന്നില്ല. ഇപ്പൊ CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയിരുന്നാലും ശരി തന്നെയാണ്, സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ തന്നെയാണ് ഈ പാർട്ടികളിലേക്കൊക്കെ വരുന്നത്. പിന്നെ വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ തന്നെ ഒരു ആദർശവും ഇല്ലാത്തവൻ 1000 തെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ആദർശമുള്ളവൻ 100 തെറ്റേ ചെയ്യൂ എന്നുള്ളത് പോലെ തന്നെ മനുഷ്യരെ കുറേയൊക്കെ നവീകരിക്കാൻ മാത്രമേ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കുകയുള്ളൂ. അപ്പൊ മുകേഷിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണത്തിനെ ഗുരുതരമാക്കുന്നത് ഇപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത് സിനിമയിലേക്ക് കടന്നു വരുന്ന ഓരോ നടീ നടന്മാരുടെയും അതിയായ ആഗ്രഹമാണ്. കാര്യം അതൊരു സ്റ്റാറ്റസ് സിംബൽ കൂടിയാണ്. അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ എത്താത്ത മാധ്യമങ്ങളൊന്നുമില്ല. അപ്പൊ അതിലൊക്കെ വരിക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ആഗ്രഹമാണ്. അതിനകത്ത് തനിക്കൊരു മെമ്പർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ മുകേഷിനെ പോലെ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അദ്ദേഹം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ആവശ്യങ്ങളുമായി വരുന്നവരോട് എന്തൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുക എന്നുള്ള കാര്യം നമുക്ക് സാമാന്യ ബുദ്ധിയോടുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലൊരു വ്യക്തി ജനപ്രതിനിധിയുടെ കസേരയിൽ തുടരുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ധാർമ്മികമായിട്ട് അതിന്റെ ഉത്തരം CPM എന്ന് പറയുന്ന പാർട്ടി കണ്ടെത്തേണ്ടതാണ്. കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും കണ്ടെത്തേണ്ടതാണ്. മുകേഷ് സ്വയം ആലോചിച്ചുറപ്പിച്ച് തീരുമാനം എടുക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് CPMന്റെ ജില്ലാ ഘടകത്തിനാകട്ടെ പ്രാദേശിക ഘടകങ്ങൾക്കാകട്ടെ അദ്ദേഹം രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ മറ്റൊരു അഭിപ്രായമില്ലാത്തത്. സംസ്ഥാന കമ്മിറ്റിക്ക് എന്തുകൊണ്ട് അങ്ങനെ രണ്ടഭിപ്രായം വരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. പിന്നെ അങ്ങ് ബ്രിജ്ഭൂഷൺ സിംഗിന്റെ കാര്യം പറഞ്ഞു. ഈ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ചോദ്യത്തിലെ ഉത്തരം പറയുന്നതിന് യാതൊരു മടിയില്ല ഹാഷ്മി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അതൊരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ആ വിഷയം അതല്ല വിഷയം. നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങിയാൽ അതിന്റെ പുറത്തുള്ള ഡിബേറ്റുകളിലേക്ക് വലിയ രീതിയിലേക്ക് പോകും. ബ്രിജ്ഭൂഷൺ സിംഗിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എതിരെ ഇവർ ആരോപണം ഉന്നയിക്കുന്നത് വളരെ മുൻകാലങ്ങളിലാണ്. അവർ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ അച്ഛനെ പോലെയാണ് എന്ന് വിനേഷ് ഫോഗോട്ട് പറയുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയമായി പറയാൻ ഇപ്പൊ ഈ കാര്യത്തിൽ മുകേഷിന്റെ കാര്യത്തിലുണ്ട്. രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ മുകേഷ് പറയുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ്, അതിന് തെളിവെന്റെ പക്കലുണ്ട്, എന്താണ് അവർ അക്കൗണ്ട് നമ്പർ ഇട്ടെന്ന് കോടതിയിൽ വാദിക്കുകയാണ്. താൽക്കാലികമായി നോട്ട് അറസ്റ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ഇത്തരം ഗുരുതര ലൈംഗികാരോപണത്തിൽ പ്രതിയായി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ MP ആണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവ്. അതിനേക്കാൾ ഭീകരമായിരുന്നു ഉന്നാവിൽ സെങ്കാർ നിങ്ങളുടെ MLA ആയിരുന്നു ആ സമയത്ത്. ഹാഷ്മി, ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ വന്നിരിക്കുന്ന ആരോപണത്തില് 2 വാദങ്ങളും ശക്തമാണ്. അത് ഫേക്ക് ആയിട്ടുള്ള ആരോപണമാണ് എന്നുള്ള കാര്യം ശക്തമാണ്. അതുപോലെ തന്നെ മറ്റവരുടെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യവും ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സംഘടനാപരമായ ഒരു പൊസിഷനെ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാര്യമായി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മേൽ നിൽക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെക്കുക എന്നുള്ളതാണ് അതിന്റെ അകത്ത് ധാർമ്മികമായ രാഷ്ട്രീയപരമായി മാന്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായിട്ട് ഏറ്റവും അധികം ഉണ്ടായിരുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം റെസ്ലിംഗ് ഫെഡറേഷന്റെ തലപ്പത്ത് നിന്ന് മാറുക എന്നാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തി. ശേഷം അദ്ദേഹത്തിന്റെ വളരെ അടുപ്പക്കാരനായിട്ടുള്ള ഒരാൾ വന്നു. ആ സമയത്ത് അത് മാറ്റണം എന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹത്തെ മാറ്റി. വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടായി. അതവിടെ അതിന്റെ ഒരു വഴിക്ക് പോകുന്നുണ്ടല്ലോ. അദ്ദേഹം അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ടല്ലോ MP സ്ഥാനം രാജിവെക്കണമെന്നുള്ള കാര്യം അന്ന് പ്രതിപക്ഷം പോലും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ആവശ്യം ഏതെങ്കിലും ഒരു സ്ഥാനം ഒഴിയുകയാണെങ്കിൽ ഈ പറയുന്ന സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിയാൻ പോവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ തീർന്നോ? അത് നിങ്ങളുടെ ആവശ്യം തീരുവോ? അല്ല, അദ്ദേഹം ഒഴിയട്ടെ. അതുകൊണ്ട് അല്ല ഹാഷ്മി, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം വെറുതെ ഒരു ലൈംഗിക ആരോപണം അദ്ദേഹത്തിന്റെ നേരെ വരിക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. ഒരു സംഘടനയിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ തനിക്ക് വഴങ്ങിത്തരണം എന്ന് അദ്ദേഹം നടിമാരോട് ആവശ്യപ്പെട്ടു എന്നാണ് അവര് വന്ന് പുറം ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇരുന്നിരിക്കുന്ന പൊസിഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ജനപ്രതിനിധി എന്ന് പറയുന്ന ആ കസേരയിൽ ഇരിക്കുമ്പോ അദ്ദേഹം അതേപോലുള്ള കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കില്ല
ചെയ്യുന്നില്ല എന്ന് എന്താണ് നമുക്ക് ഇവിടെ ഉറപ്പിക്കാൻ അല്ല കഴിയുന്നത്? അതെന്താണ് അത് ന്യായമായ സംശയമാണ്. ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് ശരിയാണെങ്കിൽ ഈ മഹാൻ എന്തൊക്കെ എവിടൊക്കെ ആവശ്യപ്പെടുന്നു എന്നുള്ളത് ആർക്കറിയാവുന്നത്. ഇപ്പോൾ ഞാൻ എം ആർ അഭിലാഷയ്ക്ക് പോകുമ്പോൾ നേരത്തെ രാജു പി നായർ പറഞ്ഞിരുന്നു, പണ്ട് ഇന്ത്യ വിഷനുള്ള സമയത്ത് ഇദ്ദേഹമായുള്ള ഒരു അഭിമുഖം പുറത്തു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹേമയ്ക്ക് ശേഷമല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അത് പൊതുജീവിതത്തിലും വ്യക്തിത്വത്തിലും നിരന്തരം ആരോപണങ്ങൾ നേരിട്ട ആളാണ്. ആദ്യ ഭാര്യ ഗാർഹിക പീഡനം, ക്രൂരത കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഇന്റർവ്യൂ ഇപ്പോൾ റീസർവേസ് ചെയ്യുന്നു.